പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം, 179 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 3 വാക്യവും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6 അധ്യായം 10 വാക്യവും. ശിഷ്യന്മാർ കർത്താവിനോട് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്നാവശ്യപ്പെടുകയും കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്ത പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത് എന്ന ലൂക്കോസിലും അതുപോലെ തന്നെ He said to them, when you pray, say എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള വാചകം നാം വായിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലേണ്ടതില്ല എന്ന് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് വിഭാഗക്കാർ വളരെ ശക്തമായി വാദിക്കുന്നു. ഇതിന് അവർ പറയുന്ന കാരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ മലയാള തർജ്ജമ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിപ്പീൻ എന്നാണ്. അത് പ്രാർത്ഥിക്കാനല്ല, ഈ പ്രകാരം പ്രാർത്ഥിക്കുക. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ഈ വചനഭാഗം ദിസ് ഈസ് ഹൗ യു ഷുഡ് പ്രേ എന്നാണ്. ദിസ് ഈസ് ഹൗ യു ഷുഡ് പ്രേ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരം ആകുന്നു എന്നാണത്. അപ്പം ഈ പ്രാർത്ഥന ചെയ്യേണ്ട, നടത്തേണ്ട എന്നുള്ള ഒരു പഠനത്തെ നാം ഇവിടെ ശ്രദ്ധയോടെ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആയിരിക്കുന്നത് എന്ന് കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതിൻ്റെ അർത്ഥം അല്പനേരം നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്ന വചനം അനുസരിപ്പാൻ മനസ്സില്ലാത്തവർ അവിടെ നിൽക്കട്ടെ. അനുസരിക്കുവാൻ മനസ്സുള്ളവരും ഇത് ചൊല്ലുന്നവരുമായ ആളുകൾ സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും തിരുഹിതമാകണമെന്ന പ്രാർത്ഥന എന്തെന്ന് മനസ്സിലാക്കാം. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഇത് ആരാധനയാണ്. ഭൂമിയിൽ ആരാധിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ദൈവമാണ് മോശയ്ക്ക് കാണിച്ചു കൊടുത്തതും അതുപ്രകാരമാണ് ആരാധനയുള്ള കാര്യങ്ങൾ നിർവഹിച്ചതും. കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് ദൈവം അരുളി ചെയ്ത പ്രകാരം അവ സ്വർഗീയത്തിൻ്റെ നിഴലും ദൃഷ്ടാന്തവുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു എന്നത്രേ നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ കോട്ട് ചെയ്തിരിക്കുന്ന ഈ വചനം പുറപ്പാട് പുസ്തകം 25 അധ്യായം 9-ാമത്തെയും 40-ാമത്തെയും വാക്യവും പുറപ്പാട് 26 അധ്യായം 30-ാമത്തെ വാക്യവും 27-ന്റെ 8-ാമത്തെ വാക്യവും ആണ് എന്നുള്ളത് ഒന്ന് മറിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വചനങ്ങളനുസരിച്ച് ഭൂമിയിലെ ആരാധന സ്വർഗീയ ആരാധനയുടെ നിഴലും ദൃഷ്ടാന്തവുമായിരിക്കണം എന്നത്രേ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആരാണ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആരാധിക്കുന്നത്? ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം,
അങ്ങനെയെങ്കിൽ പഴയ നിയമ ആരാധനയും പുതിയ നിയമ ആരാധനയും ഒന്നാണോ? അല്ല. ഉത്തരം ഇബ്രാഹിം 8:8 ഞാൻ ഇസ്രയേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഇത് യിരെമ്യാ പ്രവചനം 31-ാമത്തെ വാക്യമാകുന്നു എന്നുള്ളത് പ്രവചന ഭാഗങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഉടമ്പടി കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ചെയ്തു. ഇത് എൻ്റെ പുതിയ ഉടമ്പടിയുടെ രക്തം എന്ന് മത്തായി 26-28 അതുപോലെ തന്നെ ഇത് പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു എന്നുള്ള ദിസ് ഈസ് ദ ബ്ലഡ് ഓഫ് മൈ ന്യൂ കവനന്റ് എന്നുള്ള വചന കൽപ്പനയും നാം ചേർത്ത് പഠിക്കുമ്പോൾ പഴയ നിയമത്തിന് ഒരു പുതിയ ഉടമ്പടിയുടെ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഗ്രഹിക്കുവാനായി സാധിക്കുന്നതാണ്. പഴയ നിയമ കൂടാരം പുതിയ നിയമ ആരാധനയ്ക്ക് ഒരു മാതൃകയാകുന്നു എന്നത് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇബ്രാഹിം ലേഖനം 9:9 This is an illustration for the present time എന്ന NIV-യിലും This is a symbol of the present time എന്ന NRSV-യിലും This is symbolic for the present എന്ന ന്യൂ കിങ് ജെയിംസ് വെർഷനിലും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പഴയ നിയമത്തിൻ്റെ ക്രമീകരണങ്ങൾ, ആരാധന സംവിധാനങ്ങൾ അത് സ്വർഗീയത്തിൻ്റെ നിഴലും ദൃഷ്ടാന്തവുമായിരുന്നുവെങ്കിൽ ആ നിഴലും ദൃഷ്ടാന്തവും പുതിയ സഭയുടെ ആരാധനയ്ക്കും ദൃഷ്ടാന്തമാണ്. ആ ദൃഷ്ടാന്തമാണ് പുതിയ നിയമസഭയുടെ ആരാധനയിലും പൗരോഹിത്യ ക്രമത്തിലും ഉള്ളതാണ്. പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥിതി അല്ല. പുതിയ ഉടമ്പടിയിൽ സ്വർഗീയമായിരിക്കുന്നതിൻ്റെ സിംബോളിക്കായിട്ടുള്ളതായിരിക്കുന്ന ആരാധനയാണ് പുതിയ നിയമസഭയിൽ നടക്കുന്നത്. ആകയാൽ ഭൂമിയിലെ ആരാധന സ്വർഗത്തിലേതുപോലെ ആയിരിക്കണം. അത് ദൈവം മോശ വഴി ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ കൈകൊട്ടി തുള്ളിച്ചാടി ബഹളമുണ്ടാക്കി ബോധം കെട്ട് വീഴുന്ന ഒരു പ്രക്രിയ ഇല്ല. ഇന്നത്തെ സത്യാരാധന എന്ന് പറഞ്ഞ് പെന്തക്കോസ്തുകാർ കാട്ടിക്കൂട്ടുന്നത് ജാതീയ ആരാധന രീതിയാണ്. ഇത് രജനീഷ് എന്ന മഹർഷിയിൽ നിന്ന് അവർ പകർത്തിയതും മ്യൂസിയോ സൗണ്ട് തെറാപ്പി പോലെയുള്ളതായിരിക്കുന്ന ഹീലിംഗ് തെറാപ്പികളുടെ സഹായം കൊണ്ട് മനുഷ്യ മനസ്സുകളെ സന്തോഷിപ്പിക്കുവാനുള്ള ഭൗതികമായിരിക്കുന്ന ഒരു ആരാധന രീതിയാണ്. ദൈവികമല്ല. മനസ്സുഖം ലഭിക്കുവാൻ, സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടവർക്ക് ഈ ഒരു കൈകൊട്ടി പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ മനസ്സിന് വലിയ ഒരു സുഖം, ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ തോന്നും. അത് കേവലം ഭൗതികമാണ് എന്ന് തിരിച്ചറിഞ്ഞാലും. എന്നാൽ ആത്മാവിലെ ആരാധന അല്ല അപ്രകാരമുള്ളത് എന്നുള്ളതും നാം ശ്രദ്ധേയം ഉൾക്കൊള്ളണം. ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, നമസ്കരിക്കേണ്ടതെന്ന് വിശുദ്ധ യോഹന്നാൻ 4:23 എഴുതിയിരിക്കുന്ന പ്രകാരം സ്വർഗത്തിലെ ആരാധന ഭൂമിയിൽ ദൈവഹിതമായി നാം അനുഷ്ഠിക്കുകയാണ് ഉത്തമമായിട്ടുള്ളത്. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്ന പോലെ മൺമേരാ ഞങ്ങളും സ്തുതിക്കുന്നു എന്നതത്രേ ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. ഇതാണ് ഓർത്തഡോക്സ് സഭയിലെ പിതാക്കന്മാർ പരിശുദ്ധാത്മാ നിറവിൽ നമുക്ക് ഏൽപ്പിച്ചെന്ന സത്യ ആരാധന. ഇതിൽ ആത്മാവിനും ശരീരത്തിനും മനസ്സിനും ഒരേപോലെ സന്തോഷവും സൗഖ്യവും ലഭിക്കുന്ന അനവധി മർമ്മങ്ങളുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ആരാധിക്കുന്നവർക്ക് അപ്രകാരമുള്ള
ഒരു ആത്മീയ നിറവിലേക്ക് വരുവാൻ പര്യാപ്തമാണ് ഈ സ്വർഗീയമായ ആരാധന. നിങ്ങൾ ഈ എപ്പിസോഡ് പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യണമേ. ഇതുവരെയും ഈ എപ്പിസോഡ് ഈ OBS ഫോറം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും നന്ദി. തണ്ണിക്കോട്ട് അച്ഛൻ.